ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സുപ്രഭാതം, ശുഭദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മാഹാത്മ്യത്തിലെ 7-ാമത്തെ അധ്യായം ചണ്ഡമുണ്ടാസുരവധം എന്ന ഇതാണ്. ധ്യാന ശ്ലോകവും 3 ശ്ലോകങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിലെ കിട്ടാത്തവർ യൂട്യൂബിൽ പോയി നോക്കുക, കേട്ട് പഠിക്കാം. ഇന്നത്തെ ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആദ്യം ഓം ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അഥ ശ്രീമദ്ദേവി മാഹാത്മ്യേ ചണ്ഡമുണ്ടാസുരവധോ നാമ സപ്തമോധ്യായഃ. ശ്ലോകങ്ങൾ 4 മുതൽ 9 വരെ. പുതിയ പുസ്തകത്തിൽ, പഴയ പുസ്തകത്തിൽ 10 വരെ. അതിൽ ധ്യാന ശ്ലോകം ഇല്ല. തതക്കോപം ചകാരോച്ചൈരംബികാ താനരീൻ പ്രതി കോപേന ചാസ്യാവദനം മഷീവർണമഭൂത്തദാ ഭ്രുകുടീകുടിലാൽ തസ്യാഹ ലലാടഫലകാദ്രുതം കാളീകരാളവദന വിനിഷ്ക്രാന്താസിഭാഷിനി വിചിത്രഖഡ്വാംഗധര നരമാലാ വിഭൂഷണ ദ്വീപിചർമ്മപരീധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലനഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിതദിങ്മുഖ സാവേഗേനാഭിവദിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേത തദ്ബലം പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഗണ്ഡ സമന്വിതാൻ സമാദയൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. ഇതാണ് ഇന്നത്തെ ഭാഗം. ഇനി നമ്മൾക്കതിൽ പിരിച്ചു പറയാനുള്ളത് നോക്കാം. ചകാരഹ ഉച്ചൈഹി ചകാരോച്ചൈഹി താൻ അരീൻ താനരീൻ ച അസ്യാ ചാസ്യ മഷീവർണം അഭൂത് തഥാ മഷീവർണം അഭൂത് തഥാ. അതുകൊണ്ടാണ് ഇത്ത വന്ന അവിടെ. അഭൂത് തഥാ ഭ്രുകുടീകുടിലാത് തസ്യാഹ ഭ്രുകുടീകുടിലാൽ തസ്യാഹ ലലാടഫലകാത് ദ്രുതം ഫലകാൽദ്രുതം വിനിഷ്ക്രാന്ത അസി ഭാഷിനി വിചിത്ര ഖഡ്വാംഗധര. അവിടെയൊന്നും പിരിക്കാനൊന്നുമില്ല. നരമാല വിഭൂഷണ ദീപിചർമ്മവരീതാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലനഭീഷണ. അവിടെയൊന്നും പിരിക്കാനില്ല. നിമഗ്നാരക്തനയന നാദാപൂരിത ദിങ്മുഖ. അവിടെയൊന്നും പിരിക്കാനൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് വാക്കുകൾ. വേഗേന അഭിപതിത സാ വേഗേന അഭിപതിത വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേത തദ്ബലം പാർഷ്ണിഗ്രാഹ അങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതൻ. ഒറ്റപ്പതാണ്. സമാദായ
ഏകഹസ്തേന സമാദയൈകഹസ്തേന സമാദായ ഏകഹസ്തേന സമാദായൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണ. ഇത്രയേ ഉള്ളൂ പിരിച്ചു പറയാം. ഇനി ഒന്നും കൂടി വായിക്കാം. തതക്കോപം ചകാരോച്ചൈരംബിക താനരീൻ പ്രതി. അവിടെ ചകാരോച്ചൈഹി എന്ന് വിസർഗം ചേർത്തതിന് ശേഷം അംബിക താനരീൻ പ്രതി എന്ന് വായിക്കാം. അല്ല എങ്കിൽ ഒന്നിച്ചാണെങ്കിൽ ചകാരോച്ചൈരംബിക, അവിടെ രാ വരും, ആ പിന്നെ വരില്ല. അങ്ങനെ ശ്രദ്ധിച്ച് വായിക്കുക. തതക്കോപം ചകാരോച്ചൈരംബിക താനരീൻ പ്രതി. ഞാൻ ഒന്നിച്ചാ വായിച്ച, അപ്പം രാ വന്നു അവിടെ. അല്ല പിരിച്ചാണെങ്കിലോ തതക്കോപം ചകാരോച്ചൈഹി അംബിക താനരീൻ പ്രതി എന്ന് വായിക്കണം. കോപേന ചാസ്യാവദനം മഷീവർണം അഭൂത്തതാ അഭൂത് തഥാ. ഒന്നിച്ച് വായിക്കാം. അഭൂത്തതാ. ഭൃകുടി കുടിലാത്തസ്യാഹ ഭൃകുടി കുടിലാത് തസ്യാഹ ലലാടഫലകാത് ദ്രുതം. ഭൃകുടി കുടിലാത്തസ്യാഹ ലലാടഫലകാദ്രുതം. കാളീകരാളവദന വിനിഷ്ക്രാന്താസി ഭാഷിനി വിചിത്ര ഖഡ്വാംഗധര നരമാലാ വിഭൂഷണ ദ്വീപിചർമ്മപരീധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലനഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിതദിങ്മുഖ സാ വേഗേനാഭിവദിത ഖാദയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേത തൽഫലം പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡാസമന്വിതാൻ സമാദയൈകസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. ഇതാണ്. ഇനി ആദ്യത്തെ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം എന്താണ്. തത കോപം ചകാരോച്ചൈഹി അംബികാതാനരീൻ പ്രതി. ഇവിടെ തതക തതക എന്ന് പറഞ്ഞാൽ അനന്തരം. നമ്മൾ എന്താണ് ലാസ്റ്റിൽ കണ്ടത്? ദേവിയുടെ അടുത്തേക്ക് അസുരന്മാരെല്ലാം കൂടെ പാഞ്ഞു വന്ന് വില്ലും അമ്പും ഒക്കെ പിടിച്ചുകൊണ്ട് വേഗം ദേവിയുടെ അടുത്തേക്ക് ഓടി വന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയേ. വാളും വില്ലും ഒക്കെ പിടിച്ചുകൊണ്ട് ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. അപ്പോൾ അതിന് ശേഷം അനന്തരം കോപം ചകാര. ദേവി കോപത്തെ ചെയ്തു. ചകാര എന്ന് പറഞ്ഞാൽ ചെയ്യുക. കോപത്തെ ചെയ്തു. ഉച്ചൈഹി ഉച്ചൈഹി എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച കോപത്തെ ചെയ്തു. ദേവിക്ക് വളരെയധികം വർദ്ധിച്ച കോപമുണ്ടായി. അംബിക, ആ അംബികയ്ക്ക് താൻ അരീൻ എന്ന് പറഞ്ഞാൽ തൻ്റെ അരികൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. അപ്പോൾ തൻ്റെ ശത്രുക്കളുടെ നേർക്ക് പ്രതി എന്ന് പറഞ്ഞാൽ നേർക്ക്. അപ്പോൾ തൻ്റെ ശത്രുക്കളുടെ പേർക്ക് വർദ്ധിച്ച കോപമുണ്ടായി ദേവിക്ക്. കോപേന കോപത്താൽ ചാസ്യ അവളാകട്ടെ, അവളുടെ അല്ലെങ്കിൽ കോപം കൊണ്ട് അവളുടെ വദനം മുഖം മഷീവർണമഭൂത്. മഷീവർണം കറുത്ത നിറമായി തീർന്നു. തഥാ അപ്പോൾ. എപ്പോഴാണ്? ദേവിക്ക് കോപം വന്നപ്പോൾ. അപ്പോൾ അംബികാദേവിക്ക് കോപം വന്നപ്പോൾ വർദ്ധിച്ച കോപം കൊണ്ട് എന്തായി? തൻ്റെ പ്രതികളുടെ നേർക്ക് വർദ്ധിച്ച കോപമുണ്ടായപ്പോൾ ആ ദേവിയുടെ മുഖം വദനം മഷീവർണമായി ഭവിച്ചു. അപ്പോൾ എപ്പോഴാണെന്ന് തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ. എപ്പോഴാണ് കോപം? ദേവിക്ക് തൻ്റെ ശത്രുക്കളുടെ നേർക്ക് കോപമുണ്ടായപ്പോൾ ദേവിയുടെ മുഖം നല്ല വർദ്ധിച്ച കോപമാണ്, ഒത്തിരി ഇതായിട്ട്. അപ്പോൾ തൻ്റെ ശത്രുക്കളുടെ നേർക്ക് കോപമുണ്ടായപ്പോൾ ദേവിയുടെ മുഖം ചുവന്നു തുടുത്തു, മഷീവർണമായി തീർന്നു എന്ന് പറഞ്ഞാൽ കറുത്ത കളറായി തീർന്നു എന്നർത്ഥം. തതക്കോപം ചകാരോച്ചൈരംബിക താനരീൻ പ്രതി കോപേന ചാസ്യാ വദനം മഷീവർണമഭൂത്തതാ. തഥ അനന്തരം കോപം തന്നെ ചകാര ചെയ്തു. ഉച്ചൈഹി വർദ്ധിച്ചത്. അംബിക, ആ ദേവിയുടെ പേര് അംബികയാണ്. ആ ദേവിയുടെ പേര് താൻ അരീൻ, തൻ്റെ അരികളുടെ നേർക്ക് പ്രതി
പ്രതി എന്ന് പറഞ്ഞാൽ നേർക്ക്, തൻ്റെ ശത്രുക്കളുടെ നേർക്ക്, അസുരന്മാരുടെ ശത്രുക്കൾ, അസുരന്മാരുടെ നേർക്ക്, അതാണല്ലോ ദേവിയുടെ ശത്രുക്കൾ. അപ്പം കോപേന, കോപത്താൽ, ചാസ്യ അവളുടെ വദനം മുഖം, മഷീവർണം കറുത്തിരുണ്ട നിറം, അഭൂത് ഭവിച്ചു തഥാ. അപ്പോൾ ദേവിക്ക് കോപമുണ്ടായപ്പോൾ, ദേവി ശത്രുക്കളുടെ നേർക്ക് വർദ്ധിച്ച കോപമുണ്ടായപ്പോൾ കോപം കൊണ്ട് മുഖമൊക്കെ കറുത്ത കളറായി തീർന്നു. ഭ്രുകുടി കുടിലാൽ തസ്യാഹ, അടുത്ത ശ്ലോകം, ഭ്രുകുടി കുടിലാൽ തസ്യാഹ ലലാടഫലകാൽ ദ്രുതം കാളീ കരാളവദന വിനിഷ്ക്രാന്താസിഭാഷിനി. ഭ്രുകുടി, ഭ്രുകിടം, ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികക്കൊടി. ഒരു പുരികമാകുമ്പോൾ ഭ്രൂ, 2 പുരികങ്ങളാകുമ്പോൾ ഭ്രൂഹു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അപ്പോൾ ഭ്രുകുടി എന്ന് പറഞ്ഞാലോ പുരികക്കൊടികൾ, കുടിലാത്, കുടിലം എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, തസ്യാഹ അപ്പോൾ ദേവിയുടെ പുരികക്കൊടികൾ വളഞ്ഞതും, ലലാടഫലകം നെറ്റിത്തടത്തിൽ നിന്ന് ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, കാളി കരാളവദന, കാളി ദേവി, കരാളവദനം എന്ന് പറഞ്ഞാൽ, കരാളം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വദനം എന്ന് പറഞ്ഞാൽ മുഖം, ഭയങ്കരിയായ കാളി, നിഷ്ക്രാന്ത എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരിക, വിശേഷേണ പുറത്തേക്ക് വന്നു. അപ്പം ദേവിയുടെ പുരികക്കൊടികളുടെ നടുക്ക് നിന്ന് ആ നെറ്റിത്തടത്തിൽ നിന്ന് ഒരു ദേവി, ഒരു കാളി, ഭയങ്കരമായ മുഖത്തോടുകൂടി ഒരു കാളി പുറത്തേക്ക് വന്നു. അതെങ്ങനെയുള്ള കാളിയെ ദേവിയാണെന്നാണ്. വിനിഷ്കാന്ത എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വന്നു. അസീപാശിനി, ആ പാശം ധരിച്ചിട്ടുണ്ട്, വരുണപാശവും വാളും ധരിച്ചിട്ടാണ് ആ ദേവി പുറത്തേക്ക് വന്നത്. അപ്പം ദേവിയുടെ വളഞ്ഞ പുരികക്കൊടികളും ലലാട നെറ്റിപ്പടം, അതിൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് പെട്ടെന്ന് ഭയങ്കര മുഖത്തോടുകൂടി, കറുത്ത മുഖത്തോടുകൂടിയ കാളി കയറും വാളും ധരിച്ച് പുറത്തേക്ക് വന്നു എന്ന് സാരം. ഭ്രുകുടി കുടിലാത്തസ്യാഹ, കുടിലം വളഞ്ഞതാണ്, തസ്യ അവളുടെ ലലാടം എന്ന് പറഞ്ഞാൽ നെറ്റി, ഫലകം ലലാടഫലകം എന്ന് പറഞ്ഞ നെറ്റിത്തടം, ഫലകാത് എന്ന് പറഞ്ഞാൽ നെറ്റിത്തടത്തിൽ നിന്ന്, ദ്രുതം പെട്ടെന്ന്, കാളി കരാളവദന ഭയങ്കരിയായ കാളി അവതരിച്ചു. എങ്ങനെ? വിനിഷ്കാന്ത അസിഭാഷിനി, അസിയും വാളും കയറും ധരിച്ച് ഒരു കറുത്ത രൂപം, ഭയങ്കരിയായ ഒരു രൂപം കാളിയുടെ രൂപം പുറത്തേക്ക് വന്നു. ഭ്രുകുടി കുടിലാത്തസ്യാകലലാടഫലകാദ്രുതം കാളീ കരാളവദന വിനിഷ്കാന്താസിഭാഷിനി. അടുത്ത ശ്ലോകം, വിചിത്ര ഖഡ്വാംഗധര നരമാല വിഭൂഷണ ദ്വീപി ചർമ്മപരീധാന ശുഷ്കമാംസാദിഭൈരവ. അടുത്ത ശ്ലോകം കൂടി ഒന്നിച്ചർത്ഥം പറയാം. അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിത ദിങ്മുഖ. ഇനി ആ കാളിയെ, എങ്ങനെയുള്ള കാളിയെന്ന് പിന്നെയും വർണ്ണിക്കുകയാണ്. വിചിത്ര ഖഡ്വാംഗധര, വിചിത്രമായ ഖഡ്വാംഗം എന്ന ഒരായുധം ധരിച്ചിട്ടുണ്ട്. ഖഡ്വാംഗം എന്ന ഒരു ദണ്ട്, ഒരു വടി, അതേൽ മുള്ളുപോലെ എന്തോ ആണിയൊക്കെ തറച്ച ഒരു വടിയെയാണ്, ഒരായുധമാണ് ഖഡ്വാംഗം. ആ ഖഡ്വാംഗം എന്ന ആയുധം ധരിച്ചവളും, വിചിത്രമായ ഖഡ്വാംഗം എന്ന ആയുധം ധരിച്ചവളും, നരമാലാവിഭൂഷണ, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തലയോട്ടിയാണല്ലോ ദേവിയുടെ മാല, പരമശിവൻ്റെയും അതുതന്നെയാണ്. അപ്പം തലയോട്ടി മാലയായി ധരിച്ചിരിക്കുന്നവളും, വിഭൂഷണം എന്ന് പറഞ്ഞ അലങ്കാരം, നരമാല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മാല, മനുഷ്യനെ കോർത്തുണ്ടാക്കുക. അതിപ്പോൾ മനുഷ്യനെ കോർത്തിട്ടില്ല,
തലയോട്ടിയാണ്. തലയോട്ടി കോർത്തുണ്ടാക്കിയ മാലയാൽ അലങ്കരിച്ചിരിക്കുന്നവളും. നരമാലാ വിഭൂഷണ ദ്വീപി ചർമ്മ പരീധാന. ദ്വീപം എന്ന് പറഞ്ഞാൽ ആനയാണ്, ആനയുടെ പര്യായ. കാരണം ദ്വ എന്ന് പറഞ്ഞാൽ രണ്ട്, അപ്പം രണ്ട് ദ്വീപം പ എന്ന് പറഞ്ഞാൽ പിബതഹ കുടിക്കുക. അപ്പം 2 പ്രാവശ്യം വെള്ളം കുടിക്കുന്നു ആന. തുമ്പിക്കൈ കൊണ്ട് വെള്ളം മുക്കിയെടുത്തിട്ട് അതിനെ വായിലേക്ക് ഒഴിച്ച്. അപ്പം 2 തുമ്പിക്കൈ കൊണ്ടും വായു കൊണ്ടും വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആനയ്ക്ക് പേര് ദ്വീപം പര്യായാണ് ആനയുടെ. അപ്പോൾ ചർമ്മം തോലാണ്, ചർമ്മം തൊലി, ത്വക്ക് എന്നൊക്കെ പറയും ചർമ്മം. ഇവിടെ തൊലിയാണ്. ചർമ്മം വേറൊരു ചർമ്മമുണ്ട് പരിച എന്നർത്ഥമുള്ള, ഇവിടെ അതല്ല, ഇവിടെ ആനത്തോല്. ഇനി ദീപം എന്ന് പറഞ്ഞാൽ പുലിക്ക്, ചെറിയ പുലിയില്ലേ, കൊച്ചു പുലി, ചെറിയ പുലിയുടെ ചർമ്മം, അതും ഇതാണ് പുലിത്തോല് എന്നും ആകാം. ചെറുപുലിയുടെ തോലെന്നും ആനയുടെ തോലെന്നും അർത്ഥം എടുക്കാം. ദ്വീപി ചർമ്മ പരീധാന. പരീധാനം എന്ന് പറഞ്ഞാൽ ചുറ്റിരിയിരിക്കുന്നു. ചർമ്മം, ആനയുടെ തോലുടുത്തിരിക്കുന്നു ദേവി. ശുഷ്ക മാംസ അതിഭൈരവ. അതിഭയങ്കരമായിട്ട് ഉണങ്ങിയ ശരീരത്തോടുകൂടി, അസ്ഥിയിൽ മാംസമൊക്കെ ഉണങ്ങിപ്പിടിച്ച് അതിഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്ന ശരീരത്തോടു കൂടിയത് എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആ വിശപ്പിനെയാണ് അവിടെ കാണിക്കുന്നത്. ഇനിയിപ്പം നോക്കിക്കോണം യുദ്ധത്തിൽ എന്തൊക്കെയാണ് തിന്നുന്നതെന്ന്. അപ്പം അതിഭയങ്കരമായി ഉണങ്ങിയിരിക്കുന്നു ദേവി, ക്ഷീണിച്ചിരിക്കുന്നു, അത്ര വിശപ്പുണ്ട് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ശുഷ്കം എന്ന് പറഞ്ഞാൽ ഉണങ്ങിയത്, മാംസം തന്നെ. ഉണങ്ങിയ മാംസത്താൽ അതിഭയങ്കരിയായിരിക്കുന്നു. അസ്ഥിയിൽ മാംസം ഉണങ്ങിപ്പിടിച്ച അതായത് എന്താ അതിന് പറയുക, ഉണങ്ങിയ ശരീരത്തോടു കൂടി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരത്തോടു കൂടിയവൾ. അതിഭൈരവ, ഭൈരവ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നർത്ഥം. അതിവിസ്താരവദന, മുഖമൊക്കെ വായൊക്കെ പൊളിച്ചു വച്ചിരിക്കുക. അതിവിസ്താരമായ മുഖത്തോടു കൂടി. മുഖം എന്നിവിടെ വദനം എന്നാണ്, വദനം മുഖമാണ്, പക്ഷേ ഇവിടെ പറയും വായാണ്. വായൊക്കെ പൊളിച്ചു പിടിച്ച് ജിഹ്വാലലന ഭീഷണ, നാക്കൊക്കെ ഇട്ട് ഇളക്കുകയാണ്. അപ്പം അതിഭയങ്കരമായിട്ട് വായ തുറന്ന് ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്, ലലനം എന്ന് പറഞ്ഞാൽ ഇളക്കുക, നാക്കുകൾ ഇളക്കിക്കൊണ്ട് ഭീഷണയായി വായ പൊളിച്ച് നാക്കൊക്കെ ഇട്ട് ഇളക്കി. നിമഗ്ന ആരക്തനയന. നിമഗ്നം എന്ന് പറഞ്ഞാൽ മഗ്നമായത്, നനഞ്ഞതെന്നും കുതിർന്നതെന്നും കുഴിഞ്ഞതെന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പം ഇവിടെ കുഴിഞ്ഞ, നിമഗ്ന ആരക്തനയനം, കണ്ണുകൾ ചുവന്ന, ആരക്തം എന്ന് പറഞ്ഞാൽ ചുവപ്പ്, ചുവന്നതും കുഴിഞ്ഞതുമായ കണ്ണുകളോടുകൂടിയ. നിമഗ്നം എന്ന് പറഞ്ഞാൽ കുഴിഞ്ഞത്. അപ്പം കുഴിഞ്ഞതും ചുവന്നതുമായ കണ്ണുകളോട് കൂടിയവളും. നാദാപൂരിത ദിങ്മുഖ. നാദം ശബ്ദം, ദേവിയുടെ ശബ്ദമാണെങ്കിലോ നാദാപൂരിതം. പൂരിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. എന്ത്? ദിങ്മുഖ, 8 ദിക്കുകളും, ആ 8 ദിക്കുകളെയും വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള നടുക്കുന്ന ശബ്ദത്തോടു കൂടിയവളുമാണ് ആ ദേവി. അപ്പം 8 ദിക്കുകളെയും നടുക്കുന്ന ശബ്ദത്തോടു കൂടിയതും കുഴിഞ്ഞ ചുവന്ന കണ്ണുകളോട് കൂടിയവളും, നാക്കുകളൊക്കെ ഇട്ട് ഇളക്കി തുറന്ന വായോടു കൂടിയവളും, പിന്നെ മാംസമൊക്കെ ഉണങ്ങിപ്പിടിച്ച് മെലിഞ്ഞവളും, ആനത്തോൽ ചുറ്റിയിരിക്കുന്നവളും, നരമാല ധരിച്ചിരിക്കുന്നവളും, അതായത് തലയോട്ടികളെല്ലാം കൂടെ മാലയായിട്ട് ധരിച്ചിരിക്കുന്നവളും, മുള്ളു പോലെയുള്ള ഒരു ആയുധം, ആണിയൊക്കെ തറച്ച ഒരു ആയുധം ധരിച്ചിരിക്കുന്നവളും, ഖഡ്വാംഗം എന്ന ആയുധം ധരിച്ചിരിക്കുന്നവളുമാണ് ആ ദേവി. ആ ദേവിയെ വർണ്ണിച്ചതാണ് ഇതെല്ലാം. അപ്പം അങ്ങനെയുള്ള ഒരു കാളി, ആ ചണ്ഡികാ ദേവി അവതരിച്ചു എന്ന് അർത്ഥം. എവിടെ നിന്നാണ് അവതരിച്ചതെന്ന് നേരത്തെ 5-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഭൃഗുടീകുടിലാത്,
നെറ്റിത്തടത്തിൽ നിന്നാണ് ഉണ്ടായത് ആ ദേവി. അതാണ് ചണ്ഡിക എന്ന കാളീദേവി. ഇനി അടുത്ത ശ്ലോകം. സാ വേഗേനാഭിപതിത. സാ അവൾ. ഇവിടെ സഹ എന്നാണെങ്കിൽ പുല്ലിംഗവും സാ എന്ന് ദീർഘയിട്ടാൽ സ്ത്രീലിംഗവുമാണ്. അപ്പം സാ അവൾ വേഗേന അഭിപതിത, വേഗത്തിൽ ചാടി വീണു. അഭിപതിത എന്ന് പറഞ്ഞാൽ ചാടി വീഴുക, ചാടി വീണു. ഘാതയന്തി മഹാസുരാൻ, അസുരന്മാരെ എല്ലാം, മഹാസുരന്മാർ, ചില്ലറക്കാരൊന്നുമല്ല, അവർ ഭയങ്കര കഴിവുള്ളവരാണ്. അവരെ എല്ലാം ഘാതയന്തി, നിഗ്രഹിച്ചു. അപ്പോൾ അവരെ, ആ അസുരന്മാരെയെല്ലാം ചാടി വീണ് ദേവി കൊന്നു. സൈന്യത്തിൽ തത്ര സുര അരീണാം, അവിടെ ദേവന്മാരുടെ അരികൾ, ശത്രുക്കളാരൊക്കെ ഉണ്ടായിരുന്നോ അവരെയൊക്കെ അഭക്ഷേത തദ്ബലം, അഭക്ഷേത ഭക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസാണ്. അഭക്ഷേത ബലം ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈന്യത്തെയാണ്. അപ്പം ചാടി വീണ് ദേവി അസുരന്മാരെയൊക്കെ കൊന്നു. പിന്നെ ദേവന്മാരുടെ അരികളായ സൈന്യത്തെ മുഴുവനും അവിടെ വെച്ച് ഭക്ഷിച്ചു ദേവി എന്ന അർത്ഥം. തദ്ബലം, അവരുടെ സൈന്യത്തെ, അവരുടെ ബലത്തെ, അവരുടെ സൈന്യത്തെ ഭക്ഷിച്ചു. സ വേഗേനാഭിവദിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേത തദ്ബലം. അടുത്ത ശ്ലോകം. പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതാൻ സമാദയൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. പാർഷ്ണി എന്ന് പറഞ്ഞാൽ ആനയുടെ പാപ്പാന്മാർ. അതായത് ആനയെ കൊണ്ട് നടക്കാൻ ആൾക്കാരുണ്ടല്ലോ, ഒന്നാം പാപ്പാൻ രണ്ടാം പാപ്പാൻ എന്നൊക്കെ പറഞ്ഞ്, ആ പാപ്പാന്മാരെയാണ് പാർഷ്ണികൾ എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്ണികളെയും അങ്കുശമൊക്കെ ധരിച്ച ഗ്രാഹ എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നു. അങ്കുശം ധരിച്ചിരിക്കുന്ന അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി, ആ തോട്ടിയൊക്കെ ധരിച്ച് നിൽക്കുന്ന ആനപ്പാപ്പാന്മാരും യോധഖണ്ഡ, ആ യുദ്ധത്തിലൊരു മണിയൊക്കെ ഉണ്ട്. ചിലപ്പം ആനയുടെ കഴുത്തിലായിരിക്കും ആ മണി, അല്ലെങ്കിൽ വേറെ മണികളുണ്ടാവാം. ഖണ്ഡ എന്ന് പറഞ്ഞാൽ മണി, യുദ്ധക്കളത്തിലുണ്ടായിരിക്കുന്ന ആ മണി, ആ ഖണ്ഡയോട് കൂടി സമന്വിതാൻ, അതിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മണികളോടും അങ്കുശം പിടിച്ച ആനപ്പാപ്പാന്മാരോടും കൂടി ആനയെയൊക്കെ ഏകഹസ്തേന, ഒറ്റ കൈ കൊണ്ട്. സമാദായ എന്ന് പറഞ്ഞാൽ സമീപിച്ച്, ഏകഹസ്തേന, ഹസ്തം കൈയാണ്, ഏകഹസ്തം ഒറ്റ കൈ കൊണ്ട് ഒന്നിച്ചിങ്ങനെ പിടിച്ചിട്ട്, അതാണ് സമാദായ, ഒന്നിച്ച് പിടിച്ചിട്ട് മുഖേ ചിക്ഷേപ, വായിലേക്കെറിഞ്ഞു. വാരണം എന്ന് പറഞ്ഞ ആന. അപ്പോൾ ആനകളെയും പാപ്പാന്മാരെയും മണികളെയും എല്ലാം, ആ തോട്ടിയൊക്കെ ധരിച്ച പാപ്പാന്മാരെ അതോട് സഹിതം വായിലേക്കെടുത്തെറിഞ്ഞു ദേവി. അത്ര ഭയങ്കരി. അപ്പോൾ ആ രൂപം എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ദേവിയുടെ. അപ്പോൾ അത്ര ഭയങ്കരിയായിരുന്നു ആ ദേവി എന്ന്. പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതാൻ, ഒറ്റ പദമാണ്. പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതാൻ, മണികളും തോട്ടികൾ ധരിച്ച പാപ്പാന്മാരെയും ആനയെയും അസുരന്മാരെയും എല്ലാവരെയും ഒറ്റ കൈ കൊണ്ട് എടുത്ത് വായിലേക്കിട്ടു എന്ന്. നമ്മൾ കടലയൊക്കെ പെറുക്കി കുറിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഉണ്ട്, അടുത്തതിലേക്ക് വരുന്നു. എങ്ങനെയാണ് ദേവി എല്ലാവരെയും കൊന്നു തീർക്കുന്നതെന്ന് ആ ചണ്ഡികാദേവിയുടെ വിലാസങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിക്കാം. അതുവരേക്കും ഇപ്പം ഇത് ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നും കൂടി അർത്ഥം വേഗം പറഞ്ഞു തരാം. തതകോപം ചകാരോച്ചൈരംബികാതാനരീൻ പ്രതി കോപേന ചാസ്യാവദനം മഷീവർണമഭൂത്തതാം. അനന്തരമാംബിക ശത്രുക്കളായ അസുരന്മാരുടെ നേരെ ക്രുദ്ധയായി തീർന്നു എന്ന് മാത്രമല്ല, കോപം കൊണ്ട് ദേവിയുടെ മുഖം
മഷി വർണ്ണമായി തീർന്നു. മഷി എന്ന് പറഞ്ഞാൽ കറുത്തത്, കറുത്ത വർണ്ണമായി തീർന്നു. ഭൃകുടി കുടിലാൽ തസ്യാലലാടഭരകാൽ ദ്രുതം കാളി കരാളവദന വിനിഷ്ക്രാന്ത ശിവാശിനി. കോപം കൊണ്ട് പുരികങ്ങൾ വളഞ്ഞും ഞരമ്പുകൾക്ക് കോട്ടം തട്ടിയും ഇരിക്കുന്ന ദേവിയുടെ ഫലാഫലകം, ഇവിടെ ലലാട ഫലകാത ദ്രുതം എന്ന് ഉണ്ടായിരുന്നത് അതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ആ ഫലാഫലകത്തിൽ നിന്നും, നെറ്റിത്തടത്തിൽ നിന്നും കയ്യിൽ വാളും വരുണപാശവും, വരുണനാണ് ആ പാശം കൊടുത്തിരിക്കുന്ന ദേവിക്ക്, ആ വരുണപാശവും ധരിച്ച് അതിഭയാനകമായ മുഖത്തോടുകൂടി ഭദ്രകാളി അവതരിച്ചു. ഇനി അടുത്ത 2 ശ്ലോകം ഒന്നിച്ച് വായിച്ച് അതിൻ്റെ അർത്ഥം. വിചിത്രഖഡ്വാംഗധര നരമാലാ വിഭൂഷണ ദ്വീപി ചർമ്മപരീധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന നാദാപൂരിത ദിങ്മുഖ. ഇതിനകത്തൊക്കെ ഈ 2 ശ്ലോകങ്ങളിലും ചിലപ്പം നിങ്ങളുടെ പുസ്തകത്തിലുള്ള പോലെ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാണും. അത് പാഠഭേദമാണ്, പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ് കേട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഭദ്രകാളിയുടെ രൂപത്തെ വീണ്ടും വർണ്ണിക്കുകയാണ്. കാണികൾക്ക് ആശ്ചര്യം തോന്നുമാറ് ഖഡ്വാംഗ ആയുധം ധരിച്ചിരുന്നു, തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല ധരിച്ചിരുന്നു, ദീപിചർമ്മം അല്ലെങ്കിൽ ചെറുപുലി, ദീപം എന്ന് പറഞ്ഞാൽ ചെറിയ പുലി, കുഞ്ഞെന്നും അർത്ഥമുണ്ട്, അതുകൊണ്ടാണ് ചെറുപുലിയുടെ അല്ലെങ്കിൽ ആനയുടെ തോല് ഉടുത്തിരുന്നു. ശരീരത്തിലെ അസ്ഥികളുടെ മാംസമൊക്കെ വരണ്ട് പറ്റിപ്പിടിച്ചതായി കാണുകയാൽ അതിഭയങ്കരമായി തോന്നിപ്പിക്കുന്ന ശരീരാകൃതിയായിരുന്നു. ഇടവിട്ട് വായ തുറക്കുന്നതിനാൽ ഭയങ്കരത തോന്നിപ്പിക്കുന്ന മുഖത്തോടു കൂടിയവളായിരുന്നു. കടവായിൽ നാക്കിട്ട് ഇളക്കിക്കൊണ്ടിരുന്നതിനാൽ അതിഭയങ്കരിയായും ചുവന്നതും കുഴിഞ്ഞതുമായ കണ്ണുകളോടുകൂടിയവളും ഹുങ്കാരാദി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ 8 ദിക്കുകളും മുഴക്കമുണ്ടാക്കത്തക്ക വിധം ശക്തമായി ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടും ആ ഭദ്രകാളി അവതരിച്ചു എന്ന് ഈ 6-7 ശ്ലോകത്തിൻ്റെ അർത്ഥം. 8ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. സാ വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേതദ്ബലം. ഭദ്രകാളി അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന അസുര സൈന്യത്തിൽപ്പെട്ട അസുരന്മാരെ താഴെ തള്ളിയിട്ട് ദേവശത്രുക്കളായ അസുര സൈന്യത്തെ മുഴുവൻ ഭക്ഷിച്ചു. അടുത്ത ശ്ലോകം. പാഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതാൻ സമാധയേകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. വാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകളെന്നർത്ഥം. ആനയുടെ പര്യായമാണ് ദ്വിപം, വാരണം എന്നൊക്കെ ഇവിടെ പറയും. ഗജം എന്നൊക്കെ പറഞ്ഞ ആനയാണ്. അപ്പോൾ ആ ആനയെയൊക്കെ അതിൻ്റെ പാപ്പാന്മാരോടുകൂടി പിന്നെ യുദ്ധക്കളത്തിലുണ്ടായിരുന്ന മണികളും എല്ലാം കൂടി ഒന്നിച്ച് പിടിച്ചെടുത്ത് വായിലേക്ക് എറിഞ്ഞു എന്നർത്ഥം. അപ്പോൾ ആനയുടെ പിന്നാലെ നടക്കുന്ന അതിൻ്റെ സംരക്ഷകന്മാരും തോട്ടി ധരിച്ചവരും ഭടന്മാരും മണികളും എല്ലാം കൂടി ദേവി ആനയെ, അതെല്ലാം കൂട്ടിയെടുത്ത് ആനയെ തൻ്റെ വായിലേക്ക് എടുത്തെറിഞ്ഞു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം കൂടി വായിച്ച് നമുക്ക് ഇത് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഇനിയും വരുന്നു ദേവിയുടെ ഇത് വർണ്ണനകൾ. അപ്പം ഒരു പ്രാവശ്യം കൂടി വായിക്കാം. തതക്കോപം ചകാരോച്ചൈരംബിക ചാത്താനരീൻ പ്രതി കോപേന ചാസ്യ വദനം അഭൂത തത ഭൃഗുടീകുടിലാത്തസ്യാഹലലാടഫലകാദ്രുതം കാളീ കരാളവദന വിനിഷ്ക്രാന്ത ശിവാശിനി വിചിത്രഖഡ്വാംഗധര നരമാലാ വിഭൂഷണ ദ്വീപി ചർമ്മപരീധാന ശുഷ്കമാംസാദിഭൈരവ അതിവിസ്താരവദന ജിഹ്വാലലന ഭീഷണ നിമഗ്നാരക്തനയന, ആ രക്തം ചുവന്നത്, നയന നാദാപൂരിത ദിങ്മുഖ സാ വേഗേനാഭിപതിത ഘാതയന്തി മഹാസുരാൻ സൈന്യേ തത്ര സുരാരീണാം അഭക്ഷേതദ്ബലം പാർഷ്ണിഗ്രാഹാങ്കുശഗ്രാഹിയോധഖണ്ഡ സമന്വിതാൻ സമാദായൈകഹസ്തേന മുഖേ ചിക്ഷേപവാരണാൻ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും
എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവർക്കും നന്നായി പഠിക്കാനും ഒക്കെ ശക്തിയും കഴിവും തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. അമ്മേ നാരായണ. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം